പൊന്നുരുളിയിലൂടെ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നല്ല എ ക്ലാസ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. ഒട്ടും മൂക്കാത്ത നല്ല ഇളപ്പം വെണ്ടയ്ക്ക എണ്ണയിൽ മൊരിഞ്ഞ് നല്ല മണമുള്ള മെഴുക്കുവരട്ടിയാകുമ്പോൾ ഉള്ള ടേസ്റ്റ് അല്ലേ? അപ്പോൾ ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിമ്പിളാണ്, ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോയിൽ കാണുന്ന വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായോ അതോ അതിലും നീളം കുറഞ്ഞോ കൂടിയോ ഒക്കെ നിങ്ങൾക്ക് വെണ്ടയ്ക്ക കട്ട് ചെയ്യാം. ഇന്ന് ഞാൻ 1 കിലോ വെണ്ടയ്ക്കയാണ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ എടുക്കുന്നത്. അപ്പോൾ അളവുകൾ അതിനനുസരിച്ചാണ് കാണിക്കുന്നത്. മെഴുക്കുവരട്ടി ആയതുകൊണ്ട് തന്നെ കൃത്യമായ അളവൊന്നും ആവശ്യമില്ല, ഏകദേശ അളവുകളാണ് ഞാൻ പറയുന്നത്. മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇവിടെ ഞാൻ 1/2 കപ്പ് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. 1 കിലോ വെണ്ടയ്ക്കയാണ്, അതുകൊണ്ട് വെണ്ടയ്ക്ക അതിലേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കുന്നു. അതിനുശേഷം പൊടികൾ ചേർക്കാം. പാകത്തിന് മഞ്ഞൾപ്പൊടി, ഏകദേശം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1.5 മുതൽ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, എടുക്കുന്ന വെണ്ടയ്ക്കയ്ക്ക് അനുസരിച്ച് പൊടികൾ ചേർക്കുക. ഇതൊക്കെ ഒരു മനോധർമ്മവും കൈക്കണക്കും ഒക്കെ അനുസരിച്ചാണ് ചെയ്യുന്നത്, അല്ലാതെ കൃത്യമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇത്രയും പൊടികളെല്ലാം ചേർത്ത് നല്ലപോലെ ചട്ടുകം കൊണ്ട് ഒന്ന് ഇളക്കി വെണ്ടയ്ക്കയെല്ലാം ഒന്ന് തടുത്തുകൂട്ടി അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കുന്നു. ഒട്ടും തന്നെ വെള്ളം തിളയ്ക്കേണ്ട ആവശ്യമില്ല, എണ്ണയിൽ തന്നെയാണ് ഇത് പൂർണ്ണമായും വേവുന്നത്. നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആവുന്നത് വരെ അടച്ചു വെച്ച് തന്നെ പാകം ചെയ്യുക. പക്ഷേ അടുക്കി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടെ തുറന്നിളക്കാൻ മറക്കരുത്. നന്നായി വെന്ത് സോഫ്റ്റായി എന്ന് കാണുമ്പോൾ തീയൊരൽപ്പം കൂട്ടി വേവാനായി തടുത്തുകൂട്ടി വെച്ച വെണ്ടയ്ക്ക ചട്ടുകം കൊണ്ട് നന്നായി ഒന്ന് നിരത്തിയിട്ട് തുറന്നു വെച്ച് കുറച്ച് സമയം നന്നായി മുരിയുന്നത് വരെ മൂപ്പിക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. നിങ്ങൾ എങ്ങനെയാണ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതെന്ന് കമൻസിൽ പറയും. പിന്നെ നിങ്ങൾക്ക് ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെസിപ്പി ട്രൈ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.